MV ജയരാജൻ ജയിക്കും എന്ന് എക്സിറ്റ് പോളുകൾ ഏറെ പ്രവചിച്ചു. പക്ഷേ കണ്ണൂര് പാർട്ടിയുടെ കോട്ടയെന്നാണ് പൊതുവെ പറയാറ്. അവിടെ കൊടിയുയർത്തിയത് സുധാകരനാണ്. അതും വലിയ മത്സരം പോലുമില്ല എന്നുപോലും ഒരു ഘട്ടത്തിൽ തോന്നിപ്പിച്ചുകൊണ്ട്. കെ സുധാകരന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പകരം വെക്കാൻ ഇല്ല മറ്റാരും എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു സുധാകരന്റെ ജയമെന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ, ധർമ്മടത്ത് ഒക്കെ, തളിപ്പറമ്പിൽ എല്ലായിടത്തും കൃത്യമായ ആധിപത്യം പുലർത്തിക്കൊണ്ട് തന്നെയാണ് സുധാകരൻ കണ്ണൂരിൽ വിജയിച്ചു കയറിയത്. ഫെലിക്സ് അതിന്റെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരും. അതിനു മുൻപ് എന്താണ് കണ്ണൂരിൽ സംഭവിച്ചത് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. നമ്മുടെ മുന്നിലേക്ക് ആ വിവരങ്ങൾ കൂടി വരും. കണ്ണൂർ പാർട്ടിയുടെ കോട്ട എന്നാണ് പറയുന്നത്. അവിടെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ കിട്ടിയ ലീഡ്, സുധാകരന് കിട്ടിയ ലീഡ് പാർട്ടിയെ ഞെട്ടിക്കുന്നതാണ്. മുഖ്യമന്ത്രിയുടെ ബൂത്തിൽ BJP വോട്ട് ഏതാണ്ട് ഇരട്ടിയായി വർദ്ധിച്ചു എന്നത് പോലും പാർട്ടിയെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്ന ഒന്നാണ്. ഇതടക്കമുള്ള കാര്യങ്ങളെല്ലാം CPM വളരെ ഗൗരവത്തോടെ ഇനി ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. മട്ടന്നൂരിൽ കഷ്ടിച്ചാണ് CPM-ന് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. MV ഗോവിന്ദന്റെ മണ്ഡലത്തിൽ UDF-ന്റെ മുന്നേറ്റവും ഉണ്ടായി. ഫെലിക്സ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഫെലിക്സ്, കണ്ണൂരിൽ ഒരുപക്ഷെ സുധാകരൻ വിജയിച്ചേക്കും എന്ന് കരുതാം. എക്സിറ്റ് പോളുകളൊക്കെ MV ജയരാജന് കൂടുതൽ പ്രാമുഖ്യം നൽകിയെങ്കിലും, പക്ഷേ ഇത്രയും ഞെട്ടിക്കുന്ന ഒരു വോട്ട് വ്യത്യാസം പ്രതീക്ഷിച്ചിരുന്നോ പാർട്ടി? മാധു, ഒരിക്കലും ഇളകില്ല എന്ന് കരുതി ഇടതു കോട്ടകളിലാണ് വലിയ വിള്ളൽ ഉണ്ടായിട്ടുള്ളത്. അതായത് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തെ മാത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ മട്ടന്നൂരിൽ നമുക്കറിയാം KK ശൈലജ 60,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലത്തിൽ ഇത്തവണ MV ജയരാജൻ ലഭിച്ചത് 3036 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷമാണ്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മണ്ഡലം, മുഖ്യമന്ത്രിക്ക് 50,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പിണറായി വിജയന് ധർമ്മടത്ത് ലഭിച്ചതെങ്കിൽ ഇത്തവണ അവിടെ LDF-ന് ലഭിച്ചത് 2616 വോട്ടിന്റെ ഭൂരിപക്ഷം. കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു ഈ രണ്ട് മണ്ഡലങ്ങളിലും LDF എന്ന് പറയേണ്ടി വരും. ആ രീതിയിൽ CPM-ന്റെ കോട്ടകളിലാണ് ഇത്രയധികം വോട്ട് കുറഞ്ഞിരിക്കുന്നത്. അവിടെയെല്ലാം വലിയ രീതിയിൽ ഇതിപ്പോൾ മട്ടന്നൂരും ധർമ്മടവും മാത്രം പരിശോധിക്കുമ്പോൾ ആദ്യ 3 റൗണ്ടുകളിൽ ലീഡ് ചെയ്തത് കെ സുധാകരനാണ് എന്നതാണ് വസ്തുത. ഒപ്പം തന്നെ തളിപ്പറമ്പ് നമുക്കറിയാം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മണ്ഡലമാണ്. അവിടെ അദ്ദേഹം കഴിഞ്ഞ തവണ 22,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചെടുത്ത് ഇത്തവണ കെ സുധാകരനാണ് ലീഡ് ചെയ്തത്. അത് 8,767 വോട്ടിന്റെ ഭൂരിപക്ഷം. ഇത് ഞെട്ടിപ്പിക്കുന്ന കണക്കാണ്. CPM-ന്റെ പാർട്ടി കോട്ടകളിലാണ് ഈ രീതിയിൽ ആ വോട്ടുകളിൽ വലിയ ചോർച്ച സംഭവിച്ചിരിക്കുന്നത് എന്നതാണ്. മറ്റൊരു സ്ഥലം, അതായത് കാസർഗോഡ് മണ്ഡലത്തിന്റെ ഭാഗമായ കണ്ണൂർ ജില്ലയിലുള്ള കല്യാശ്ശേരിയിൽ CPM-ന്റെ അതിശക്തമായ കോട്ടയാണ്. അവിടെ 1058 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. നമുക്കറിയാം കല്യാശ്ശേരി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ നവകേരള സദസ്സിനിടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ DYFI-ക്കാർ കല്ലുകൊണ്ടും ഹെൽമറ്റ് കൊണ്ടും തലക്കടിച്ച ആ സ്ഥലത്താണ് ഇത്രയധികം വോട്ടിൻ്റെ കുറവ് അതായത് LDF-ന് ഉണ്ടായിരിക്കുന്നതെന്നാണ്. ഇതൊക്കെ തന്നെ അതായത് LDF വോട്ടുകളിൽ വലിയ രീതിയിൽ വിള്ളൽ വീണു എന്നതാണ്. മാത്രമല്ല ഈ വോട്ടുകൾ എങ്ങോട്ട് പോയെന്നൊരു ചോദ്യമുണ്ട്. ഈ വോട്ട് കുറേയധികം BJP-യിലേക്ക് പോയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നൊരു കണക്ക് മുഖ്യമന്ത്രിയുടെ സ്വന്തം ബൂത്തിൽ നിന്നുള്ളതാണ്. ധർമ്മടം മണ്ഡലത്തിലെ 161 നമ്പർ ബൂത്തിൽ കഴിഞ്ഞ തവണ 2019 53 വോട്ടുകൾ മാത്രമായിരുന്നു BJP-ക്ക് ഉണ്ടായിരുന്നതെങ്കിൽ 2024 എത്തുമ്പോൾ അത് 115 വർദ്ധിച്ചു. അതായത് ഇരട്ടിയിലധികം വോട്ട് മുഖ്യമന്ത്രിയുടെ ബൂത്തിൽ പോലും BJP-ക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് C രഘുനാഥ് ഏതാണ്ട് 50,000-ഓളം വോട്ട് അധികമായി മണ്ഡലത്തിലൊട്ടാകെ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ കൂത്തുപറമ്പിൽ എത്തുമ്പോഴും കൂത്തുപറമ്പിൽ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ ഷാഫി പറമ്പിലാണ് ലീഡ് ചെയ്തത് അങ്ങനെ എന്നതാണ്. അങ്ങനെ കണ്ണൂർ ജില്ലയിൽ മൊത്തം നമ്മൾ പരിശോധിക്കുമ്പോൾ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് ചോർന്നിട്ടുണ്ട്. അതേസമയം മൊത്തം കണക്ക് പരിശോധിക്കുമ്പോൾ BJP-ക്കാണ് അതിൽ കൂടുതൽ നേട്ടം സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായും ഏതാണ്ട് പൂർണ്ണമായി UDF-ലേക്ക് വന്നു. അതേസമയം CPM-ന്റെ പല വോട്ടുകളും അത് നിരവധി മണ്ഡലങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ നിന്നെല്ലാം BJP-യിലേക്കും പോയിട്ടുണ്ട് എന്നതാണ് ഈ കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, പാർട്ടി കോട്ടകളിൽ കാലിടറി പോയത് എങ്ങനെ എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. CPM-ന് ഫെലിക്സ് ആണ് അത് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്.